എന്റെ പ്രിയങ്കേ, നീ എന്നെ ഇത്തിരിയൊന്ന് സഹായിക്കാമോ? നിനക്കറിയാലോ ഈ അസൈൻമെന്റ് എനിക്ക് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന്. എനിക്ക് ഇന്നാണ് മോഡലിംഗ് നിന്ന് വിളി വന്നത്. ഇത് മിസ്സാക്കാൻ പറ്റില്ല, അറിയാലോ. പുതുപ്പെണ്ണായ പെണ്ണ് എപ്പോഴും അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് പ്രിയങ്കയോട് അവളുടെ കാര്യങ്ങൾ സമ്മതിപ്പിക്കുമായിരുന്നു. പക്ഷെ സ്വാതി, ഇതാരെങ്കിലും കണ്ടുപിടിച്ചാലെന്തെയ്യും? ആർക്കും ഒന്നും മനസ്സിലാവാൻ പോണില്ല. ഇതുവരെ അവരെന്റെ മുഖം കണ്ടിട്ടില്ലല്ലോ. ഞങ്ങളുടെ ആചാരം കല്യാണപ്പെണ്ണ് വീട്ടിലോട്ട് വന്നാലേ ആൺ വീട്ടുകാർക്ക് മുഖം കാണിക്കൂ എന്ന്. ഒരു 10 ദിവസത്തെ കാര്യല്ലേ, അതുവരയ്ക്ക് നീ മുഖം കാണിക്കാൻ നിൽക്കണ്ട. പ്രിയങ്കയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, പക്ഷെ അവള് സമ്മതിച്ചു. സ്വാതി അവളുടെ കല്യാണസാരിയും ആഭരണമൊക്കെ അണിയിച്ചു. സാരി കൊണ്ട് തന്നെ അവളുടെ മുഖവും മറച്ചു. ജനാല വഴി അവൾ ഓടി അങ്ങോട്ടേക്ക് പോവും. പ്രിയങ്ക കല്യാണ സാരിയൊക്കെ ഉടുത്ത് നിഖിലിന്റെ വീട്ടിലോട്ട് വരും. എല്ലാവർക്കും ഒരു ഊഹമുണ്ടായിരുന്നു, ഈ മുഖം മൂടിയുടെ പുറകിൽ സ്വാതിയല്ല എന്ന്, പ്രിയങ്കയാണെന്ന്. കല്യാണരാത്രി നിഖിൽ പ്രിയങ്കയോട്, നീ മുറിക്കകത്ത് മുഖം മൂടിയിരിക്കുകയാണോ? ഇന്ന് വരെ ഞാൻ നിന്റെ മുഖം കണ്ടിട്ടില്ല. ഞാൻ നിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് പുകഴ്ത്തുന്നൊന്നും കേൾക്കുന്നില്ലേ? ഓ അതോ, ഞാനേ കല്യാണത്തിന് വേണ്ടി ഒരു വ്രതം എടുത്തിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസത്തേക്ക് ഞാൻ മുഖം കാണിക്കില്ല. നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? ഞാൻ നിന്നെ ഒരു കാര്യത്തിനും നിർബന്ധിക്കില്ല. അടുത്ത ദിവസം നിഖിൽ പ്രിയങ്കയുടെ ഈ വ്രതത്തിനെക്കുറിച്ച് എല്ലാവരും പറയും. പിന്നീട് അമ്മായിയമ്മ കമല അവളോട് പറയും, പക്ഷെ മരുമകളെ, മുഖം മറച്ചിട്ട് നീ എങ്ങനെയാ ആഹാരം ഉണ്ടാക്കാൻ പോണേ? നിനക്കൊന്നും കാണുന്നില്ലല്ലോ. ഓ, അത് വിഷമിക്കണ്ട അമ്മ, ഞാൻ ആഹാരം ഉണ്ടാക്കിക്കോളാം, ഒരു കുഴപ്പമില്ല എനിക്ക്. എന്നാ ശരി, നിനക്കെന്ത് തോന്നോ അത് ചെയ്യ്. പക്ഷെ ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം, ആഹാരത്തിന് രുചിക്കുറവൊന്നും ഉണ്ടാവരുത്, മനസ്സിലായോ? പ്രിയങ്കയ്ക്ക് ശരിക്കും മുഖം മൂടിയിട്ട് ആഹാരം ഉണ്ടാക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതും വെച്ച് അവൾ മസാല തേടുമായിരുന്നു. അപ്പോഴേക്കും നിഖിൽ അടുക്കളയിലോട്ട് വരും. നീ വിഷമിക്കണ്ട, ഞാൻ നിനക്ക് മസാല എല്ലാം എടുത്തു തരാം. ഈ തലവസ്ത്രം ധരിച്ചുകൊണ്ട് നിനക്കൊന്നും കാണാൻ കഴിയില്ലല്ലോ. എന്തിനാ നിങ്ങളെ ബുദ്ധിമുട്ടണേ? ഇതിലെന്താ ബുദ്ധിമുട്ടുള്ളത്? നമ്മൾ ഭാര്യാഭർത്താക്കന്മാരല്ലേ, പരസ്പരം സഹായിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ. നിഖിൽ പ്രിയങ്കയെ ഒരുപാട് സഹായിച്ചു. അവളുണ്ടാക്കിയ ആഹാരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. മുഖം മറച്ചിട്ടാണെങ്കിലും നീ നല്ല ആഹാരമാണ് ഉണ്ടാക്കണേ മോളെ. പക്ഷെ എന്നാണ് ഞങ്ങൾക്ക് നിന്റെ മുഖം ഒന്ന് കാണാൻ പറ്റുന്നേ? നിന്റെ ഈ വ്രതം കാരണം ബാക്കിയുള്ള ചടങ്ങുകളൊന്നും ചെയ്തില്ല. അത് കുറച്ചു ദിവസം കൂടെ അമ്മ, പിന്നെ നിങ്ങളുടെ മരുമോള് തിരിച്ചു വരും. തിരിച്ചു വരും എന്ന് പറഞ്ഞ? അത് ഞാൻ ഉദ്ദേശിച്ചത് ഈ മറവിൽ നിന്നും പുറത്തോട്ട് വരൂന്ന്. ശരി ശരി, നിഖിൽ നീയും കഴിക്ക്. നിങ്ങളെല്ലാരും കഴിച്ചോളൂ, ഞാൻ ഇവളോടൊപ്പം പിന്നീട് കഴിച്ചോളാം. എല്ലാരും ആഹാരം കഴിച്ചു കഴിഞ്ഞ് നിഖിൽ പ്രിയങ്കയ്ക്കും വേണ്ടി ഒരു പ്ലേറ്റിൽ ആഹാരം വെക്കും. എന്നിട്ട് അവൾക്ക് വാരിക്കൊടുക്കും. ദേ, ഞാൻ നിനക്ക് ഭക്ഷണം കഴിപ്പിച്ചു തരാം. തലയിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് കാണാൻ കഴിയില്ലല്ലോ. നിഖിലിന്റെ നല്ല മനസ്സ് കണ്ട് പ്രിയങ്കയ്ക്ക് അവനോട് ഇഷ്ടം തോന്നും. പക്ഷെ അവൾക്കറിയായിരുന്നു നിഖിലും ഈ വീടും അവളുടെ അല്ല എന്ന്. കാരണം 10 ദിവസം കഴിഞ്ഞ സ്വാതി ഈ വീട്ടിലെ മരുമോള് തിരിച്ചു വരുമെന്ന്. അങ്ങനെ 10 ദിവസം കഴിഞ്ഞു. പ്രിയങ്ക ഒരുപാട് പ്രാവശ്യം സ്വാതിനെ ഫോൺ വിളിച്ചു. പക്ഷേ ഫോൺ കിട്ടുന്നുണ്ടായിരുന്നില്ല. കണ്ടുകണ്ടിരിക്കവേ 1 മാസം കഴിഞ്ഞു സ്വാതി തിരിച്ചു വന്നില്ല. അതിന്ന് ശരിക്കും മനസ്സിലായത് അവൾ ഈ കല്യാണത്തിൽ നിന്നും ഓടിയതാണെന്ന്. നീ ഇത് ചെയ്തത് ശരിയായില്ല സ്വാതി. നിനക്കറിയില്ല എന്ത് നല്ല ഭർത്താവിനെയാ നീ ഉപേക്ഷിച്ചെന്ന്. ഇനി ഞാൻ എന്തു ചെയ്യും? നിഖിലിനെ എനിക്ക് ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല. അദ്ദേഹം നല്ലതാണ്. പിന്നീട് പ്രിയങ്ക തീരുമാനിച്ചു, അവൾ നിഖിലിന്റെ ഭാര്യയായിട്ട് തന്നെ ആ വീട്ടിൽ താമസിച്ചു. അവൾ മുഖം മറച്ചതും മാറ്റി. അവൾ നിഖിലും കുടുംബത്തിന്റെ കാര്യങ്ങൾ ഏറ്റെടുത്തു. എല്ലാം നന്നായി പോവുകയായിരുന്നു. അങ്ങനെ 2 മാസം കഴിഞ്ഞു. അങ്ങനെ ഒരു ദിവസം വീട്ടിൽ ബെല്ലടിച്ചു. അവൾ വാതില് തുറന്നപ്പോ മുമ്പിൽ സ്വാതി നിൽക്കുന്നു. നീ എന്താ ഇവിടെ ചെയ്യുന്നേ? അതും 2 മാസം കഴിഞ്ഞ് എന്തിനാ വന്നേ ഇവിടെ? എനിക്ക് എന്റെ ഭർത്താവിന്റെ വീട്ടിൽ വന്നൂടെ? നിന്റെ ചോദ്യങ്ങളുടെ ഉത്തരവൊക്കെ ഞാൻ തരാം. ആദ്യം ഞാൻ വീടിന്റെ അകത്ത് കയറട്ടെ. പ്രിയങ്ക അവളെ അകത്ത് കയറ്റും. ഇനി പറ, നീ എന്താ 2 മാസം കഴിഞ്ഞ് ഇവിടെ വന്നത്? ഞാൻ നിന്നെ ഒരുപാട് ഫോൺ വിളിച്ചിരുന്നു, പക്ഷെ നീ അതിനൊന്നും ഉത്തരം തന്നില്ല. പിന്നെ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നത്? സത്യം പറഞ്ഞ എനിക്ക് ഈ കല്യാണമേ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ നിന്നെ തന്നെ ഇങ്ങോട്ടേക്ക് വിട്ടത്. ഞാൻ നിന്നെ കുടുക്കിയതാ. ഞാൻ കരുതിയത് നീ 10 ദിവസം കഴിഞ്ഞ് എല്ലാവരോടും സത്യം പറഞ്ഞ് ഇവിടെ നിന്ന് പോകുന്ന. പക്ഷേ പൈസയുടെ ആർത്തി കാരണം നീ ഇവിടെ നിന്ന്. എനിക്കെന്തായാലും നിഖിലിനെ ഈ വീട്ടുകാരൊന്നും ആവശ്യമില്ല. എനിക്ക് വെറും 20 ലക്ഷം വേണം. ഞാനത് കഴിഞ്ഞ് പൊക്കോളാം. പക്ഷേ ഇത്രയും രൂപ ഞാൻ എവിടുന്ന് കൊണ്ടുവരാനാ? 3 ദിവസത്തിൽ എനിക്ക് കാശ് വേണം. കിട്ടിയില്ലെങ്കിൽ ഞാൻ എല്ലാവരോടും ആ സത്യങ്ങ് പറയും. സ്വാതി പ്രിയങ്കയുടെ കൂട്ടുകാരി എന്ന് പറഞ്ഞ് ആ വീട്ടിൽ തന്നെ നിൽക്കും. 3 ദിവസം കഴിയും. ഇന്ന് പ്രിയങ്ക ഭയങ്കര പേടിച്ചിരുന്നു. അമ്മായിയമ്മ അപ്പോഴേക്കും അവളെ വിളിക്കും.
എന്റെ ദൈവമേ, എന്റെ ലോക്കറിൽ നിന്ന് 20 ലക്ഷം രൂപ കാണുന്നില്ല. എന്റെ നിഖിൽ മോനെ, നീ എല്ലാവരുടെ മുറി പോയി നോക്കിക്കോന്ന്. നിഖിൽ എല്ലാവരുടെ മുറികൾ തപ്പിക്കഴിയുമ്പോൾ സ്വാതിയുടെ കട്ടിലിന്റെ അടിയിൽ നിന്ന് 20 ലക്ഷം രൂപ കിട്ടും. എന്റെ ദൈവമേ, മരുമകളുടെ കൂട്ടുകാരി കള്ളിയാ. നിഖിൽ മോനെ, ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്ക്. ഞാനൊരു കാശു കൊടുത്തിട്ടില്ല. ഞാൻ ഈ വീട്ടിലെ ശരിക്കുള്ള മരുമകളാ. പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിന്ന് മോഷ്ടിക്കുന്നത്? എന്നുവച്ചാ? അതിന്റെ അർത്ഥം ഞാൻ പറയാം. കല്യാണം കഴിച്ചപ്പോ തന്നെ സ്വാതി നിന്നെ അങ്ങ് വിട്ടിട്ട് പോയി. എന്നിട്ട് കൂട്ടുകാരിയെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്ത് ഇവിടെ നിർത്തിയിട്ട് അങ്ങ് പോയി. ഇപ്പതാ കാശിന് വേണ്ടി ഇവിടെ വന്നേക്കുവാ. പക്ഷെ സത്യം പറയട്ടെ, ഈ കാര്യം എനിക്ക് നേരത്തെ അറിയായിരുന്നു. അന്നേ ദിവസം രാത്രി നിങ്ങളുടെ സംസാരം ഞാൻ കേട്ടിരുന്നു. ഇപ്പൊ എനിക്ക് സന്തോഷമുണ്ട്, നിന്നെപ്പോലത്തെ ഒരു മരുമകൾ ഈ വീട്ടിൽ വന്നില്ലല്ലോ എന്നോർത്ത്. ഞങ്ങൾക്ക് മരുമകൾ എന്ന് പറയുന്നത് പ്രിയങ്ക തന്നെയാ. ഇപ്പൊ നീ പോകുന്നോ അതോ പോലീസിനെ വിളിക്കണോ? വേണ്ട വേണ്ട, ഞാൻ പൊക്കോളാം. ഇനി ഞാൻ ഇവിടെ ഇങ്ങോട്ടേക്ക് വരില്ല. പക്ഷെ പോലീസിനെ ഒന്നും വിളിക്കാൻ നിൽക്കണ്ടാട്ടോ. സ്വാതി അവിടുന്ന് എന്നേക്കുമായിട്ട് അങ്ങ് പോകും. കമലയും നിഖിലും സന്തോഷത്തോടെ പ്രിയങ്കയുടെ കൂടെ ജീവിക്കും. ചേട്ടത്തി, ഞങ്ങളുടെ കോളേജിൽ എല്ലാവരും ഗോവയ്ക്ക് ട്രിപ്പ് പോകുന്നുണ്ട്. എന്റെ ഫ്രണ്ട്സ് എല്ലാവരും പോകുന്നുണ്ട്. എനിക്കും പോകണമെന്ന് തോന്നുന്നു. ചേട്ടത്തി, ഞാനും പൊയ്ക്കോട്ടെ? 5000 രൂപ തരാമോ? എന്റെ ദൈവമേ, 5000 രൂപയോ? അതിന് എന്തോരം വീട്ടു സാധനങ്ങൾ വാങ്ങാം. നീ ഗോവയിലൊന്നും പോകണ്ട. മിണ്ടാതെ വീട്ടിലിരുന്ന് വീട്ടുജോലി ചെയ്തോണ്ടിരുന്നോ. ഇന്നാ ഈ തുണിയെല്ലാം കൊണ്ടുപോയി മടക്കി വെക്ക്. എന്നാൽ ചേട്ടത്തി, കോളേജിൽ പോകാൻ സമയമായി. ഞാൻ കോളേജിൽ നിന്ന് വന്നിട്ട് മടക്കി വെക്കാം. ഓ, നീ പഠിച്ചിട്ട് ഇനി കളക്ടർ ആവാൻ പോവുകയാണോ? കല്യാണം കഴിഞ്ഞാലും വീട്ടുജോലിയല്ലേ ചെയ്യേണ്ടത്. പോയി വീട്ടിലെ ജോലിയെല്ലാം ചെയ്. അതിനുശേഷം ശിവാനി അന്ന് കോളേജിൽ പോകുന്നത് നിർത്തി എല്ലാ തുണിയും അയൺ ചെയ്തുകൊണ്ടേയിരുന്നു. ശിവാനിക്ക് 8 വയസ്സുള്ളപ്പോൾ അവളുടെ അച്ഛനും അമ്മയും മരിച്ചുപോയിരുന്നു. ശിവാനി ഇപ്പോൾ ചേട്ടന്റെ വീട്ടിലായിരുന്നു. എന്നാൽ ചേട്ടന്റെ വീട്ടിൽ അവളെ ശരിക്കും നോക്കിയിരുന്നതേയില്ല. അടുത്ത ദിവസം രാവിലെ ശിവാനി കോളേജിൽ പോയപ്പോൾ അവിടെ ബെസ്റ്റ് ഫ്രണ്ട് ആകാശ് അവളോട് ചോദിച്ചു, ശിവാനി, നീ എന്താ കോളേജിലേക്ക് വരാത്തത്? ഞാൻ നിനക്ക് വേണ്ടി എത്ര നേരം കാത്തിരുന്നെന്നറിയാമോ? ഒന്നുമില്ല ആകാശ്, അത് വീട്ടിൽ കുറെ ജോലി ഉണ്ടായിരുന്നു. ജോലി കൂടുതലായിരുന്നോ അതോ നിന്റെ ചേട്ടത്തി വിടാത്തതാണോ? അതെ ആകാശ്, ചേട്ടത്തിയാണ് കോളേജിൽ വിടാത്തത്. ഞാൻ കോളേജിൽ പഠിക്കുന്നത് ചേട്ടത്തിക്ക് ഇഷ്ടമല്ല. ഇനി ഞാൻ വീട്ടിലിരുന്ന് പഠിക്കാൻ ചിന്തിച്ചാലും അവർ എന്നെ വെറുതെ ഇരിക്കാൻ വിടാതെ ജോലികൾ തരും. ഇതെല്ലാം എന്താ നീ ചേട്ടനോട് പറയാത്തത്? ചേട്ടനോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കാരണം ചേട്ടത്തിയെ പോലെ ചേട്ടനും എന്നും എന്നോട് വഴക്കിടും. കല്യാണത്തിന് മുൻപ് എന്നോട് സ്നേഹമുണ്ടായിരുന്നു. എന്നാൽ ചേട്ടത്തി എന്നാണോ വീട്ടിൽ വന്നത് അന്നു മുതൽ സ്നേഹമെല്ലാം പോയി. ശിവാനി വിഷമിച്ചു നിൽക്കുന്നത് കണ്ട് ആകാശ് ഒരുപാട് വിഷമിച്ചു. കാരണം മനസ്സിലവൻ ശിവാനിയെ സ്നേഹിച്ചിരുന്നു. എന്നാൽ ശിവാനിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ കോളേജിലെ ബെല്ലുമടിച്ചു. ആകാശ് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ശരി, വേഗം വാ, കൃപ ടീച്ചറിന്റെ ലെക്ചർ തുടങ്ങിയിട്ടുണ്ട്. ലേറ്റ് ആയി കഴിഞ്ഞാൽ അവർ നമ്മളെ വഴക്ക് പറയും. അതിനുശേഷം ശിവാനിയും ആകാശും ചിരിച്ചുകൊണ്ട് ലെക്ചർ അറ്റൻഡ് ചെയ്യാൻ ക്ലാസ്സിലേക്ക് പോയി. അങ്ങനെ നാളുകളും കടന്നു. ഒരു ദിവസം ആകാശ് ശിവാനിയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാനായി പോയി. ശിവാനി കാറിൽ നിന്നിറങ്ങുന്നത് അവളുടെ ചേട്ടത്തി കണ്ടു. ശിവാനി വീട്ടിൽ പോയതും അവളോട് ചോദിച്ചു, ഇപ്പോഴാണോ വീട്ടിലേക്ക് വരേണ്ടത്? നിനക്ക് നാണോ മാനോ ഒന്നുമില്ലേ? ചേട്ടത്തി, എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? 1 മണിക്കൂറല്ലേ ലേറ്റായുള്ളൂ. ഞാനിത് 1 ദിവസം കഴിഞ്ഞ് വന്നതുപോലെയാണല്ലോ. എന്നെ എതിർത്ത് സംസാരിക്കുന്നോ? ഇന്ന് 1 മണിക്കൂറിന് ഞാൻ നിന്നെ വെറുതെ വിട്ടാൽ നാളെ നീ 2 ദിവസത്തേക്ക് തിരിച്ചു വരില്ല. ആദ്യം ഞാൻ ചോദിക്കുന്നതിന് മറുപടി താ. ചേട്ടത്തി, 2 ദിവസത്തിനുള്ളിൽ എനിക്ക് എക്സാമാ. ഞാൻ ലൈബ്രറിയിൽ പഠിക്കുകയായിരുന്നു. വീട്ടിൽ എന്നെ പഠിക്കാൻ സമ്മതിക്കില്ല. എന്തെങ്കിലും ജോലി തന്നുകൊണ്ടേയിരിക്കും. ഓഹോ, അതാണോ കാര്യം? നീ കാരണങ്ങൾ നാക്കിന്റെ തുമ്പിൽ വച്ചിരിക്കുകയാണല്ലോ. നിന്നെ ഇറക്കി വിട്ടിട്ട് പോയില്ലേ ആ ചെക്കൻ ആരാ? അവൻ കോളേജിൽ എന്റെ കൂടെ പഠിക്കുന്നതാ. ഇന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായി. അതുകൊണ്ടാ അവനെ ഡ്രോപ്പ് ചെയ്തത്. വരുംതോറും നിനക്ക് അഹങ്കാരം കൂടുന്നുണ്ട്. ഇന്ന് ആരുടെ കൂടെയോ നീ കാറിലിറങ്ങി. നാളെ ആരെയെങ്കിലും കെട്ടിക്കൊണ്ടുവരും. ഞങ്ങളുടെ അഭിമാനം എന്താകും? ഇന്ന് നിന്റെ ചേട്ടൻ വരട്ടെ. ചേട്ടനോട് നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞോളാം. ശിവാനി തന്റെ ചേട്ടത്തിയെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്നാൽ ചേട്ടത്തി ഒന്നും കേട്ടതേയില്ല. അവളുടെ ചേട്ടൻ വന്നതും എല്ലാം പറയണമെന്ന് കരുതി. അപ്പോൾ ചേട്ടൻ മയങ്ക് വീട്ടിൽ വന്നതും അന്ന് സംഭവിച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ ശിവാനി എന്നത്തെയും പോലെ പുറപ്പെട്ട് കോളേജിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ അവളുടെ ചേട്ടൻ മയങ്ക് അവളെ തടഞ്ഞു. ശിവാനി, ഇനി നീ കോളേജിലേക്ക് പോകണ്ട. എന്നാൽ എന്താ ചേട്ടാ, എനിക്കിന്ന് എക്സാം ഉണ്ട്. പഠിച്ചതൊക്കെ മതി. വീട്ടിലിരുന്ന് വീട്ടുജോലികൾ പഠിക്ക്. നീ ഞങ്ങളെ അപമാനപ്പെടുത്തുന്നതിന് മുൻപ് നിന്നെ ഞങ്ങൾ കല്യാണം ചെയ്ത് അയച്ചോളാം. കല്യാണമോ? ഇത്രയും പെട്ടെന്നോ? പറ്റില്ല ചേട്ടാ,
എന്റെ പഠിത്തം കഴിഞ്ഞാലേ ഞാൻ ആരെയും കല്യാണം കഴിക്കൂ. ശിവാനി, നിനക്കറിയാമല്ലോ ഞാൻ ഒരു തീരുമാനമെടുത്താൽ തീരുമാനമെടുത്തതാ. നാളെ വൈകുന്നേരം നിന്നെ കാണാൻ വരും. നീ റെഡി ആയിക്കോ, വേഗം നിനക്ക് കല്യാണമാ. ശിവാനി ചേട്ടനെ എത്ര പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും മയങ്ക് അവൾ പറയുന്നത് കേട്ടതേയില്ല. കോളേജിലിരുന്ന ആകാശ് ശിവാനി എപ്പോൾ വരുമെന്ന് കാത്തിരുന്നു. എന്നാൽ എക്സാം ഹോളിലേക്ക് ശിവാനി വരാത്തതുകൊണ്ട് ആകാശും എക്സാം എഴുതാതെ അവിടെ നിന്നും വെളിയിലേക്ക് പോയി. എക്സാം കഴിഞ്ഞതിനു ശേഷം ശിവാനിയുടെയും ആകാശിന്റെയും ഫ്രണ്ട് ഒരാൾ ആകാശിന്റെ അടുത്ത് വന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞു, ആകാശ്, നിനക്കെന്താ ഭ്രാന്തുണ്ടോ? എക്സാം എന്താ എഴുതാത്തത്? നിധി, ഇന്ന് ശിവാനി കോളേജിലേക്ക് വന്നില്ല. എന്തോ കുഴപ്പമുണ്ട്. നീ അവളുടെ വീട്ടിലേക്ക് പോയി എന്ത് പറ്റിയെന്ന് നോക്കിട്ട് വരാമോ? ശരി ശരി, ഞാൻ പോയി നോക്കിയിട്ട് പറയാം. എന്നാൽ ഒരു കാര്യം പറ, ശിവാനിയെ നീ സ്നേഹിക്കുന്നു എന്ന് എന്താ നീ പറയാത്തത്? നീ പറഞ്ഞത് ശരിയാ. ശരി, നീ അവളോട് പറ, നാളെ രാവിലെ ക്ഷേത്രത്തിൽ വരാൻ വേണ്ടി. അപ്പോൾ നിധി ശിവാനിയുടെ വീട്ടിലേക്ക് പോയി ആകാശ് പറഞ്ഞ എല്ലാ കാര്യവും പറഞ്ഞു. അടുത്ത ദിവസം തന്നെ ശിവാനി ആകാശ് പറഞ്ഞ ആ ക്ഷേത്രത്തിലേക്ക് പോയി സംഭവിച്ച എല്ലാ കാര്യവും പറഞ്ഞു. ആകാശ്, എനിക്ക് ഇഷ്ടമല്ലാതെ എന്റെ ചേട്ടനും എന്റെ ചേട്ടത്തിയും കല്യാണം കഴിഞ്ഞ ഒരാളെ കൊണ്ട് കെട്ടിക്കാൻ നോക്കുന്നു. അയാൾക്കിപ്പോൾ 2 കുഞ്ഞുങ്ങളുമുണ്ട്. എന്നാൽ എന്താ അങ്ങനെ ചെയ്യുന്നത്? കാരണം അയാൾക്ക് ഒരുപാട് പണമുണ്ട്. എന്നെ ആ വീട്ടിൽ കെട്ടിച്ചു വിട്ടാൽ അതിനുശേഷം ചേട്ടനും ചേട്ടത്തിക്കും ചിലവ് വരില്ല എന്ന് കരുതുന്നു. നിധി എല്ലാം എന്നോട് പറഞ്ഞു. ഈ ചതുപ്പ് നിലത്തിൽ നിന്നും നിനക്ക് വെളിയിൽ വരണമെങ്കിൽ നീ നിന്റെ ചേട്ടന്റെ വീട്ടിൽ നിന്നും വെളിയിൽ വരണം. എന്നാൽ ഞാൻ അതിനുശേഷം എവിടെ പോകും? ചേട്ടനല്ലാതെ എനിക്ക് വേറെ ആരുണ്ട് ഈ ലോകത്ത്? നീ എന്റെ വീട്ടിലേക്ക് വാ, ഞാൻ സത്യമാ പറയുന്നത്. നിനക്ക് ഒരു കുറവും വരാതെ ഞാൻ നോക്കാം. ഇല്ല ആകാശ്, ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നാൽ നിന്റെ വീട്ടിലുള്ളവർ എന്ത് കരുതും? ഒരു കാരണവുമില്ലാതെ വന്നാൽ ഇല്ല, അത് ശരിയാവില്ല. ശിവാനി, നമ്മളിപ്പോൾ ക്ഷേത്രത്തിലാണ്. ദൈവത്തിന്റെ മുൻപിൽ വെച്ച് ഞാൻ നിന്നോട് കള്ളം പറയില്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ജീവിതം മുഴുവനും നിന്റെ കൂടെ തന്നെ കാണും. എന്നെ കല്യാണം കഴിക്കാമോ? ശിവാനി, നിന്നെ ലൈഫ് ലോങ് ഞാൻ നന്നായി നോക്കാം. ഇത് ദൈവത്തിന്റെ മുൻപിൽ വെച്ചാ ഞാൻ പറയുന്നത്. എപ്പോഴും സന്തോഷത്തോടെ നോക്കാം. നിന്റെ കണ്ണു കലങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. ആകാശ് പറയുന്നത് കേട്ട് ശിവാനിക്ക് ഒന്നും മനസ്സിലായില്ല. അവൾ എന്തെങ്കിലും ചിന്തിക്കുന്നതിനു മുൻപ് ആകാശ് കുറച്ച് കുങ്കുമമെടുത്ത് അവളുടെ നെറ്റിയിലത് തൊട്ടു. ആകാശിന്റെ വാക്കുകൾ ശിവാനിയെ നേടി. കാരണം അവളുടെ ജീവിതത്തിൽ ഒരാളും അവളെ ഇത്രയും സ്നേഹിച്ചിട്ടില്ല. അതിനുശേഷം ശിവക്ഷേത്രത്തിൽ അഗ്നിസാക്ഷിയായി 2 പേരുടെ കല്യാണവും കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ ശേഷം ശിവാനി ആകാശിനെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അത് കണ്ട് അവളുടെ ചേട്ടത്തി നെഞ്ചത്ത് കൈവച്ചടിച്ച് കരഞ്ഞു. അയ്യോ ദൈവമേ, ഈ പെങ്കൊച്ച് ചെയ്ത ജോലി കണ്ടോ? നാളെ നമ്മൾ എങ്ങനെ തലപൊക്കി നടക്കും? ഞാൻ പേടിച്ചതുപോലെയായി. ഈ പെണ്ണ് എന്നെ നാണം കെടുത്തി. അങ്ങനെയാണോ? നിങ്ങൾ ആ വയസ്സായ കിഴവൻ എന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ അത് തെറ്റുമല്ല, നാണക്കേടുമല്ല. എന്നാൽ എനിക്കിഷ്ടപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ചപ്പോൾ അതിൽ നമ്മുടെ കുടുംബത്തിന്റെ മാനം പോകുമല്ലേ? ശിവാനി, നീ ചെയ്തത് തെറ്റാ. വീട്ടിൽ നിന്ന് വെളിയിൽ പോ. ഇനി നിന്റെ മുഖം കാണാനേ എനിക്കിഷ്ടമല്ല. ഇന്നു മുതൽ നീ മരിച്ചു കഴിഞ്ഞു. ചേട്ടത്തി എന്ന് ഈ വീട്ടിലേക്ക് വന്നോ അന്നു മുതൽ ഞാനിവിടെ മരിച്ചതുപോലെയാ. അത് പറയാൻ കുറച്ച് വർഷങ്ങളായി, അത്രയുള്ളൂ. അതിനുശേഷം ആകാശ് ശിവാനിയെയും കൂട്ടി അവന്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ കാറിലിരുന്ന് ശിവാനി ആകാശിനോട് ചോദിച്ചു, ആകാശ്, നിനക്ക് പേടിയാവുന്നില്ലേ? എനിക്ക് പേടിയാകുന്നുണ്ട്. നിന്റെ അച്ഛനും അമ്മയും നമ്മൾ കല്യാണം കഴിച്ചത് കണ്ട് എന്തു പറയും? നമ്മളെ അവർ അംഗീകരിക്കുമോ? നീ ഒന്നോർത്തും വിഷമിക്കണ്ട. ദൈവം നമുക്ക് നല്ലതേ വരുത്തൂ. വീട്ടിലേക്ക് പോയപ്പോൾ ആകാശ് കാറിൽ നിന്നിറങ്ങി ശിവാനിക്ക് ഡോറും തുറന്ന് വെളിയിലേക്ക് വാ എന്നും പറഞ്ഞു. ശിവാനി പേടിച്ച് വീട്ടിലേക്ക് ആകാശിന്റെ കൂടെ പോയപ്പോൾ പെട്ടെന്ന് അവരുടെ നേരെ പൂക്കളുടെ മഴ വീഴാൻ തുടങ്ങി. അതുമല്ലാതെ അമ്മയും അച്ഛനും 2 പേരും ആരതിയും പിടിച്ച് വെളിയിലേക്ക് വന്നു. ശിവാനി അതെല്ലാം കണ്ട് ഒരുപാട് ഷോക്കായി. ആകാശിന്റെ അമ്മയും അച്ഛനും സന്തോഷത്തോടെ ശിവാനിയെ സ്വീകരിച്ചു. മരുമകളായി വന്നതും അവൾക്ക് സ്വർണവളയും ഇട്ടുകൊടുത്തു. ശേഷം ആകാശും ശിവാനിയും അച്ഛന്റെയും അമ്മയുടെയും കാലിൽ വീണ് അനുഗ്രഹം വാങ്ങി. ശിവാനി ആകാശിനോട് ചോദിച്ചു, ആകാശ്, ഇപ്പോഴെങ്കിലും പറയൂ, എന്താ ഇതൊക്കെ? നിന്റെ അച്ഛനും അമ്മയും ദേഷ്യപ്പെടേണ്ട സ്ഥാനത്ത് നമ്മളെ സ്വാഗതം ചെയ്യുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല. പറയാം, ഞാൻ എല്ലാം പറയാം. എന്റെ അച്ഛനോടും അമ്മയോടും നിന്നെക്കുറിച്ച് ഞാൻ ഇതിനു മുൻപേ പറഞ്ഞിട്ടുണ്ട്. ഇവരാണ് എന്നോട് പറഞ്ഞത് നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി. നിന്നെ മരുമകളായി വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. ഇതിനെല്ലാത്തിനും കാരണം ഇവർ തന്നെയാണെന്ന് ഞാൻ പറയും. ഓഹോ, അതാണോ ഞാൻ ക്ഷേത്രത്തിൽ മറുപടി പറയുന്നതിന് മുൻപ് നീ എന്റെ നെറ്റിയിൽ പൊട്ടുതൊട്ടത്? അപ്പോൾ എനിക്ക് വേറൊരു മാർഗവുമില്ലാത്തതുകൊണ്ടല്ലേ? എന്റെ അച്ഛനും അമ്മയും രാവിലെ മുതൽ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അവരാണ് വീട് ക്ലീൻ ചെയ്തത്. നമുക്ക് ഗിഫ്റ്റും കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഫ്ലവേഴ്സും ഇതും അവരുടെ ഐഡിയയാണ്. ആകാശ്, നിന്റെ അച്ഛനും അമ്മയും സ്നേഹമുള്ളവരാണ്. എന്റെ അച്ഛൻ അമ്മ എന്ന് പറയണ്ട. ഇവർ നിനക്കും അച്ഛനും അമ്മയും പോലെയാണ്. അതെ അതെ, നമ്മുടെ അച്ഛനും അമ്മയും നല്ലവരാ. അങ്ങനെ 2 പേരും അവരുടെ പഠനവും പൂർത്തിയാക്കി. പിന്നെ അവർക്ക് ഒരു MNCയിൽ ജോലിയും കിട്ടി. Thanks for watching.